ഇത് ബ്ലൗസ്. ആഹാ, തനിക്ക് ഈ തുണി തന്നത് ബ്ലൗസ് തയ്ക്കാനാ? പേര് കമലാക്ഷൻ. കമലാക്ഷൻ. ആഹാ, അത് പറ. അത്ര കുഴപ്പമില്ല, നിങ്ങളുടെ പേരിന്റെ കുഴപ്പമാ. കമലാക്ഷി തന്ന ബ്ലൗസിന്റെ വെച്ച് കമലാക്ഷൻ തന്ന ഷർട്ടിന്റെ തുണി കൊണ്ട് ഒരു ബ്ലൗസ് തയ്ച്ചു പോയി. മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. താൻ തന്ന തുണി ഇനിയൊക്കെയുണ്ട്, അത് ഭാഗ്യമായി. ഇതുകൊണ്ട് ഒരു ബ്ലൗസ് കൂടെ തയ്ക്കട്ടെ. താനിനി അധികം നാൾ തയ്ക്കില്ല, കാണിച്ചു തരാം. അവന്മാര് മുങ്ങിയാലാ? പൊങ്ങും. അപ്പൊ നമ്മൾ മുങ്ങിയാലാ? ഓരോരോ കുരുത്തൻ പേരുകൾ. കമലാക്ഷൻ, കമലാക്ഷി. ആരടാ ഈ പെണ്ണ്? ആ എന്റെ പൊന്ന് സാറന്മാരെ, ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി മേലിൽ അതുണ്ടാവില്ല. അപ്പൊ താനുണ്ടായിരുന്ന തല്ലിയ കൂട്ടത്തിൽ? അതാണോ? അതിന് ഞാനില്ല, ആ പിള്ളേരാ. അപ്പൊ പിള്ളേരെ വിട്ട് തല്ലി എന്നെ പണിയല്ലേ? എന്റെ സാറ്, ഇന്ന് പോലെ തുല്യപ്പെടെ അവതരിപ്പിക്കാൻ ഞാൻ ഇങ്ങനെയൊന്നും കഴിയേണ്ടവനല്ല. എനിക്കും എന്റെ അച്ഛനെ പോലെ ഒരു പോലീസ് കമ്മീഷണർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ തന്റെ അച്ഛൻ ഒരു പോലീസ് കമ്മീഷണർ ആയിരുന്നു? എന്റെ അച്ഛനും ഒരു പോലീസ് കമ്മീഷണർ ആകണമെന്നായിരുന്നു ആഗ്രഹം. തന്നോട് ഞാൻ പറഞ്ഞില്ല ആട്ടുമ്പോ പറയണമെന്ന്. അജിത്ത്, സന്തോഷ്, ജോൺ, ഫിറോസ്, ബോഡി, വീട് ഇവിടെ അടുത്താ. ചിലപ്പോ അസിനിക്കയുടെ ചായക്കട കാണും. അവരാ കുട്ടികൾക്ക് ഒരു സഹായം ചെയ്തതാ. പക്ഷെ അത് ഉപദ്രവമായി പോയി. പിള്ളേര് പാവങ്ങളാ സാർ. പാവങ്ങളോ? ആ ചെറുക്കന്റെ സ്ഥിതി അറിയോ നിനക്ക്? 17 കുപ്പി ഗ്ലൂക്കോസ് കയറ്റിയിട്ടും ആ ചെറു വരെ ശ്വാസം കിട്ടിയിട്ടില്ല. 4 എക്സ്റേ എടുത്തു കഴിഞ്ഞു. അപ്പൊ സാരമില്ല, ഒരെക്സറേ എടുത്താൽ തന്നെ കുറവ് കിട്ടുമല്ലോ. എന്ത് കുറവ്? കാശിന് കുറവ്. പറഞ്ഞില്ലേ അവന്മാർക്ക് എന്താ പണി? പണി അന്വേഷിച്ച് നടക്കുന്ന പണിയാണ്, അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഒരുത്തൻ അപ്പന്റെ കൂടെയാ. അപ്പൻ എന്താ പണി? അപ്പന് പണിയില്ല, വെറുതെ തിരിഞ്ഞു നടക്കും. അവനും കൂടെ നടക്കും. പിന്നെ വേറൊരുത്തൻ അവിടെ STD ബൂത്ത് തുടങ്ങാം. സാറ്, ആ കൂട്ടത്തിൽ 2 വരുന്നത്. എവിടെയെങ്കിലും തെറ്റി നടപ്പെടാവും. ജോൺസൺ. ഞാനൊരു ജോൺസൺ ആണ് സാർ. അപ്പൊ നീയോടാ? ഞാൻ ഫിറോസ്. എന്ത് റോസ്? ഫിറോസ്. നിന്റെ ഒക്കെ പേരില് ഒരുത്തിന്റെ എല്ലൂരിയ കേസ് വന്നിട്ടുണ്ട്. നാളെ കാലത്ത് കൃത്യം 10 മണിക്ക് മുമ്പായി എല്ലാ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊള്ളണം. സാറേ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയാണ് സാർ. പറ്റി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ പണി ഉണ്ടാക്കി വെക്കരുത്. ഞങ്ങൾക്ക് പ്രമോഷൻ ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ പണി ഉണ്ടാക്കി വെക്കരുത്. ആളെ പുതിയ SI ചേർക്കാൻ പോവാ. നീയൊക്കെ കേട്ട് കാണും, പാലക്കാട് SP തല്ലി ഡിപ്പാർട്ട്മെന്റ് കിഴിലും കൊണ്ട് ചൂടിലെ SI മേട്ടുപാളയം മുടിയാനി. എന്തൊക്കെ ചേർത്താൽ അങ്ങനെ ആദ്യം എടുക്കാൻ പോണം. നീയൊക്കെ ഓർത്തോ? അയാൾ ഷൈൻ ചെയ്യും കേട്ടോ. ആടോ, അടിന്റെ പേരിലാണ് വരുന്നത്. മേട്ടുപ്പാളയം മുനിയാടിയിൽ കേട്ട മേട്ടുപ്പാളയം തൊട്ട് കന്യാകുമാരി വരെ കിട്ടുകിട്ടാന്ന് പറയും. ഏടോ, പാലക്കാട് വെച്ചിട്ട് SP നെല്ലുവട്ടം ചാമ്പിച്ച് എന്നിട്ട് ആള് മാറിപ്പോയി. ഇടിയും കൊണ്ട് SP പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവന്റെ കയ്യിൽ ഒരു കള്ളാസ് കിട്ടി. അതെന്താണെന്ന് അറിയോ എനിക്ക്? സസ്പെൻസ്. ഇപ്പൊ ഇങ്ങോട്ട് സ്ഥലം മാറ്റം. ഈ ചൂടും കൊണ്ടാണ് ഹറാം പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നതോ നല്ല പയമ്പൊരി പോലത്തെ കുണ്ടന്മാര്, അതും തള്ളി കേസ്. പിന്നെ എന്താണോ വേണ്ടത്? ഇത്ര ക്ലീൻ ആയിട്ട് അസ്നിയൊക്കെ ഇങ്ങളൊക്കെ എവിടെ കിട്ടിയ? നല്ല കണക്കായിപ്പോയി. ഏടോ, 4 നേരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം. എന്തിനാ? ചായ കൊടുക്കാനേ? ഏടോ, അവന്റെ സ്വന്തം നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യോ? ഈ നാട്ടിലെ ആൾക്കാർ അവനെന്താ ചെയ്തു കൂടാത്തത്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മക്കളെ. കൂടി വന്ന ഇപ്പൊ എന്ത് ചെയ്യാനാ? ആ പ്ലെയർ കൊണ്ട് നിങ്ങളുടെ എല്ലാം നഖം ഇങ്ങനെ പറിച്ച് എടുക്കും. അതീ കുറഞ്ഞ പണിയൊന്നും പുള്ളിക്കണ്ടേലില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ച് പറയിച്ചാലോ? അത് ശരിയാ. അപ്പൊ 2 നഖം കൂടുതൽ കുറച്ചോളൂ. ഭാര്യ ഓം പറഞ്ഞതിലും കാര്യം. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് തന്നെയാ. മൂപ്പര് വിളിച്ചു പറഞ്ഞാൽ ഒരു മയ ഉണ്ടാവും. നിങ്ങൾ ബലിയും കൊണ്ട് പ്രസിഡന്റ് വീട്ടിലേക്ക് ചെല്ലും. ഏതായാലും ഒന്ന് പറഞ്ഞു നോക്കുക, ഒരു വാക്കല്ലേ. സാർ, നിങ്ങൾ ധൈര്യമായിട്ട് വെച്ച്. സാർ ഇവിടെ ഇല്ലല്ലോ. എന്ത് അത്യാവശ്യമാണോ? വളരെ അത്യാവശ്യം. ആരോ മരിച്ചിട്ട് അനുശോചനയോടാ. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നീ ഇന്ന് പഠിക്കാൻ പോകാനുണ്ട്. എവിടെ കിട്ടിയിട്ടുണ്ട്? വണ്ടി കുറെ അലവരാതികൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. തല കെട്ടഴിക്കടാ. ഇനി മുതൽ ഈ പാലത്ത് കണ്ടുപോരുത്. കാലിൽ മുട്ടിയാൽ നാളെ മുതലേ
പുതിയ SI ചാർജ് എടുക്കുക മുനാണ്ടി എത്താൻ മതത്തില്ലേ നാളെ പോലെ അങ്ങേര് ചെത്തിക്കൊള്ളുങ്ങളൊക്കെ അപ്പോ സാർ ഒന്ന് വിളിച്ചു പറഞ്ഞു മുനിയാണ്ടി അല്ല മുനിയാണ്ടിയുടെ അപ്പൂപ്പം വരെ കേൾക്കും. മേലുദ്യോഗസ്ഥനായ SP വരെ തല്ലിയവനെന്നൊക്കെ പറയുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനല്ല ആർക്കാണെങ്കിലും ഒരു പേടി ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഇവിടുത്തെ കമ്മീഷണർ, SP, DYSP തുടങ്ങിയവരെല്ലാം എന്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിയുടെ അളിയനായി ഞാൻ ആരെ പേടിക്കാൻ. നിങ്ങളുടെ മുമ്പ് വെച്ച് SP വിളിക്കാം. 3, 2 അയ്യോ. ഹലോ, നമസ്കാരം. അച്ഛനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഈ മന്ത്രിസഭമാകൊണ്ട് ആകെ ടെൻഷനിലായിരിക്കും അല്ലേ? മനസ്സിലായില്ലല്ലോ. അയ്യോ, ആദിത്യപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കരുണാകരക്കുറുപ്പാണ്. തനിക്ക് വേറെ പണിയൊന്നും ഇല്ലടോ. ഇതൊക്കെ അന്വേഷിക്കാനാരാ? കേൾക്കാൻ മേല. ഉറക്കെ പറ. അന്നരോ ഇന്നോ? അയ്യോ, എനിക്ക് ഒക്കൂലടോ. രാത്രി എന്റെ മോൻ ദുബായിന്ന് വിളിക്കും. അവൻ അടുത്ത ആഴ്ച വരികയല്ലേ. അവനും ഞാനും കൂടി ഒരുമിച്ച് അടുത്ത ആഴ്ച വന്നേക്കാം. പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മുടെ ഈ സ്റ്റേഷനില് നാളെ ഒരു പുതിയ SI ചാർജ് എടുക്കല്ലേ. എന്താ അവന്റെ പേര്? മേട്ടുപ്പാളയം മുനിയാണ്ടിയോ? നമ്മുടെ കുറച്ച് പിള്ളേരുടെ പേരിലേ ആ സ്റ്റേഷനിൽ ഒരു പെറ്റി കേസുണ്ട്. അവൻ വേണ്ട വിധം അവനോട് കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞേക്കണം. ഓക്കെ. നിങ്ങൾ ധൈര്യമായിട്ട് വെക്കൂ, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നാളെ സ്റ്റേഷനിൽ ഞാൻ എത്തിയേക്കാം. വലിയ